ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ മോമോസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴും എണ്ണക്കടികളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഓയിലും കൂടെ ഒന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ടൈം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു സോസ് റെഡിയാക്കി എടുക്കണം. ആ ഒരു സോസും കൂടി ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഇതിനൊരു കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അത്യാവശ്യം എരിവുള്ള വറ്റൽമുളക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൊരു 2 തക്കാളി ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഞാൻ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളിയും മുളകൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഒന്ന് ഊറ്റി വെച്ചാലും മതി. അപ്പോൾ ഇത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊന്ന് ചൂടാറിയിട്ട് വരും. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു തക്കാളിയുടെ തൊലി ഒന്ന് മാറ്റണം കേട്ടോ. തൊലി ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരണം കേട്ടോ. മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയും മുളകും ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും 1/2 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് ബാലൻസ് ആക്കി എടുക്കണം കേട്ടോ. ഉപ്പും പുളിയും മധുരം എല്ലാം ചേർന്നിട്ടുള്ള എരിവും എല്ലാം ചേർന്നിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ടിക്കാക്കി എടുത്താൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. അപ്പോൾ മോമോസിന് എപ്പോഴും ഈ ഒരു സോസും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ്. ഇനി നമ്മൾ മോമോസ് റെഡിയാക്കുക സാധാരണയായിട്ട് പച്ച ചിക്കൻ അരച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പച്ച ചിക്കൻ അരച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കത് വേവിക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വേവിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ കനം കുറച്ചിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി കിട്ടാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഉപ്പ് ചിക്കൻ വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എന്തായാലും ഒന്ന് കുറവുണ്ടാകും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വലിയൊരു പോർഷൻ എടുത്തിട്ട് അല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഒരുപാട് പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ഇത് പലകയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ
നല്ല വലുപ്പത്തിലൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പീസുകൾ നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കരുത് കേട്ടോ, അപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൽ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി എല്ലാതും ഇതുപോലെ തന്നെ പരത്തി വെച്ചതിന് ശേഷം നമ്മളിതാ ഒരു പീസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ മോമോസിൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ സൈഡൊന്നിങ്ങനെ ഒരു ഞൊറിവിട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ മോമോസ് കണ്ടിട്ടില്ല, പല ഷേപ്പിലുള്ള മോമോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഇതുപോലെ ഞൊറിവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുന്നത് നമ്മൾ സ്റ്റീമറിലാണ് കേട്ടോ. അപ്പോൾ സ്റ്റീമറിലെ തട്ടിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മോമോസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ തട്ടുക അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോമോസും ഇതിൻ്റെ കൂടെ ഈ ഒരു സോസും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്